ലളിതാ സഹസ്രനാമത്തിലെ ഭഗവതിന്റെ കൈകളെക്കുറിച്ച് പറഞ്ഞേക്കുന്നത് ഇങ്ങനെയാണ്. രാഗസ്വരൂപ പാഷാഢ്യ ക്രോധാകാരാങ്കുശോജ്ജലാണ്. അപ്പൊ രാഗമാകുന്ന പാശത്തോടു കൂടെ അഢേയവൾ എന്ന് പറയുന്നത്. അപ്പൊ രാഗം ശരിക്കും അട്രാക്ഷൻ ആണ്, ഇതൊരു അറ്റാച്ച്മെന്റ് ആണ്. അറ്റാച്ച്മെന്റിലൂടെ കയറ്, പാശം എന്ന് പറഞ്ഞ കയറാണ്. ഈ കയറ് വന്നിട്ട് ഇങ്ങനെ കുരുക്ക് ഇട്ടിട്ട് ഭഗവതി ഇങ്ങനെ നമ്മൾ വലിപ്പിക്കും, അട്രാക്ട് ചെയ്യിപ്പിക്കും. അതുപോലെ തിരിച്ചു പറയണു, ക്രോധ കാരാങ്കുശോജ്വല, ക്രോധമാകുന്ന അങ്കുശത്തോടു കൂടി ഉജ്ജ്വലയായവൾ എന്ന് പറയുന്നു. ക്രോധം വരുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മളിൽ നിന്ന് എല്ലാവരും അകന്നു പോകില്ലേ. അപ്പൊ അങ്കുശം ആനത്തോട്ടി ആനത്തോട്ടി വലിപ്പിക്കും, അതിൽ ഉജ്ജ്വലയായവൾ എന്ന് പറയുന്നു. അപ്പൊ ഒന്ന് സംഭവിക്കുന്നത് എന്താ? ഒന്ന് അട്രാക്ഷനും ഒന്ന് റിപ്പൽഷനാണ്. ഈ പ്രപഞ്ച തത്വം അത് തന്നെയല്ലേ. പ്രപഞ്ചത്തിന്റെ രഹസ്യം തന്നെ ഇരിക്കുന്നത് ഭഗവതിയുടെ കയ്യിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. പിന്നെ നമ്മൾ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ടത്, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് എല്ലാം ആകർഷിക്കുന്നതും വികസിപ്പിക്കുന്നതും എല്ലാം ഭഗവതിയുടെ ഇച്ഛ തന്നെയാണ്. എല്ലാം ഭഗവതിയുടെ അനുഗ്രഹമാണെന്ന് വിചാരിച്ച് നമ്മൾ മുന്നോട്ട് പോകാം. അതിൽ ചെയ്യേണ്ടത് എന്താ? നമുക്കെല്ലാം സംശയമാണ്. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്നാലും ഭഗവതി അത് സംഭവിപ്പിച്ചല്ലോ, അങ്ങനെ ചിന്തിക്കരുത്. എല്ലാം ഈശ്വരാനുഗ്രഹമാണെന്ന് വിചാരിച്ച് മുന്നോട്ട് പോവുക. നല്ലത് മാത്രമേ സംഭവിക്കൂ. സർവ്വം ഈശ്വരാർപ്പണമസ്തു. എല്ലാം ഭഗവതിയിലേക്ക് സമർപ്പിച്ച് ജീവിക്കുക. സംഭവിച്ചിരിക്കും, നല്ല കാര്യങ്ങൾ മാത്രമേ സംഭവിക്കൂ. നന്ദി, നമസ്തേ.